ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത്. ജലം ശരീരത്തെ മാത്രമല്ല മനസ്സിനെയും ശുദ്ധീകരിക്കുന്ന ഒന്നാണെന്ന് ആയുർവേദത്തിൽ പറയുന്നു. സ്നാനം ചെയ്യുക എന്നതിനെപ്പറ്റി ജ്യോതിഷത്തിലും ചില പരാമർശങ്ങളുണ്ട്. അത് പൊതുവെ സ്ത്രീകളുടെ ഒരു സ്നാനം വെച്ചാണ് പറയുന്നത്. കാരണം വീട്ടിലെ സ്ത്രീകളാണ് ലക്ഷ്മി ദേവി. അതുകൊണ്ടാണ് ഇതിനൊരു ഇമ്പോർട്ടൻസ് കൂടുതലായിട്ട് നൽകുന്നത്. അതുകൊണ്ട് തന്നെ വീട്ടിലെ സ്ത്രീകൾ കുളിക്കുന്നത് മാത്രമല്ല, കുളിക്കുമ്പോഴും കുളിച്ച ശേഷവും ചില കാര്യങ്ങൾ ചെയ്യുന്നതും ആ കുടുംബത്തിന് ഏറെ ഗുണകരമാണ്. അതേസമയം ചില കാര്യങ്ങൾ ഒഴിവാക്കുകയും വേണം. ഇതെന്തെല്ലാമാണെന്ന് നമുക്ക് വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം. ശരിക്കും പറഞ്ഞാൽ കുളികൾ എന്ന് പറഞ്ഞാൽ 4 തരത്തിലുണ്ട്. അതായത് സമയം വെച്ചാണ് നമ്മളിത് പറയുന്നത്. വെളുപ്പിനെ എഴുന്നേറ്റ്, അതായത് 4 മണിക്കോ 5 മണിക്കോ ഒക്കെ എഴുന്നേറ്റ് കുളിക്കുന്ന ഒന്നാണ് ഇത്. ഇതിനെ മുനി സ്നാനം എന്നാണ് പറയുന്നത്. അതായത് മുനിമാരുടെ ജീവിതചര്യകളാണ് ഇത്. ഇത് ഏറെ ഗുണങ്ങളുള്ള ഒന്നാണ്. 5-നും 6-നും ഇടയ്ക്ക് കുളിക്കുന്നവരെ ദേവസ്നാനം ചെയ്യുന്നവർ എന്നാണ് പറയുന്നത്. ഇവരുടെ ജീവിതത്തിൽ സന്തോഷം വരുമെന്ന് പറയാം. കുടുംബത്തിന് നല്ലതാണെന്നും പറയാം. 3-മത്തെ കുളി 6 മണിക്കും 8 മണിക്കുമുള്ള കുളിയാണ്. ഇതിനെ മനുഷ്യ സ്നാനം എന്നാണ് പറയുന്നത്. ഈ കുളി ഭാഗ്യവും കുടുംബത്തിൽ സമാധാനവും കൈവരുന്നതിന് നല്ലതാണ്. 8 മണിക്ക് ശേഷമുള്ള കുളി രാക്ഷസ കുളി എന്നാണ് പറയുക. ഇത് ഉത്തമമല്ല എന്ന് പറയാം. നട്ടുച്ചയ്ക്കും ത്രിസന്ധ്യയ്ക്കും കുളിച്ചാൽ മരണ ദുഃഖം വരുമെന്ന് പറയാം. അതായത് രാവിലെ 11:30-ക്കും ഉച്ചയ്ക്ക് 1:30-ക്കും ഇടയ്ക്കുള്ള ഒരു കുളി, അതുപോലെ തന്നെ സന്ധ്യയ്ക്ക് 6 മണി തൊട്ട് 7:30 വരെയുള്ള കുളി മരണക്കുളി എന്ന ഗണത്തിലാണ് പെടുന്നത്. ഇതിനാൽ രാവിലെ 8-ന് മുൻപ് കുളിക്കുന്നതാണ് ഏറെ നല്ലത്. ഇത് കുടുംബത്തിൽ ഐശ്വര്യം കൊണ്ടുവരും. അടുത്തത്, കുളിച്ചു വന്നാൽ എന്താണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. കുളിച്ചു വന്നാൽ ഉടൻ തന്നെ ചെയ്യേണ്ടത് വീട്ടിലെ അടുക്കളയിൽ കയറി എന്തെങ്കിലും ഒരു ആഹാരമോ പാനീയമോ പാകം ചെയ്യുക. ഇതിലൂടെ അന്നപൂർണേശ്വരിയുടെ അനുഗ്രഹം വന്നു ചേരും. നമ്മുടെ സിനിമകളിലും മറ്റുമൊക്കെ ഉത്തമ കുടുംബിനികളെ ഇതേ രീതിയിൽ ചിത്രീകരിക്കുന്നതിനുള്ള ഒരു കാരണം ഇതൊക്കെയാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഈറൻ മുടുത്തുമ്പിൽ നിന്നും വെള്ളം താഴെ വീഴരുത്. ഈ വീഴുന്നത് മൂദേവിയാണ് എന്ന് പറയാം. വീണാൽ തന്നെ പെട്ടെന്നത് തുടച്ച് കളയുക. ഇതിൽ ചവിട്ടുകയും ചെയ്യരുത്. കുളിച്ചു വന്നാൽ ഉടൻ അടുക്കളയിൽ കയറുന്നതിന് മുൻപ് മനസ്സിൽ നാം ജപിക്കുന്നത് നല്ലതാണ്. ചന്ദനമോ കുങ്കുമമോ ഭസ്മോ ഒക്കെ അണിയുന്നത് ഏറെ നല്ലതാണ്. ഈ പ്രസാദം അണിയുന്ന സമയത്ത് ഓം നമോ നാരായണായ ജപിച്ച് ജോലികളിൽ ഏർപ്പെടുക. അതുപോലെ തന്നെ അന്നപൂർണേശ്വരിയെ മനസ്സിൽ വിചാരിക്കുന്നതും ഭജിക്കുന്നതും നല്ലതാണ്. കുളിച്ചു വന്നാലുടൻ മുടി വെട്ടാനോ നഖം വെട്ടാനോ പാടില്ല. ഇത് ദോഷം വരുത്തുന്ന ഒന്നാണ്. കുളിക്കാൻ പോകുന്നതിന് മുൻപ് ഇത് ചെയ്യുന്നതിനാൽ അത് കുഴപ്പമില്ല. അതുപോലെ തന്നെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ ബാത്റൂമിൽ കൂട്ടിയിടുന്നത് നല്ലതല്ല. ഇത് എല്ലാവർക്കും ബാധകമാണ്, സ്ത്രീകൾക്ക് മാത്രമല്ല. ഇത് വീട്ടിലെ മൂദേവി കയറാൻ ഇടയാക്കും. ഇത് പുറത്തെവിടെയെങ്കിലും ഇട്ട് അടച്ചു വെക്കുക. കുളിച്ച ശേഷം വസ്ത്രം കഴുകരുത്. കുളിക്കാൻ കയറുന്നതിന് മുൻപോ അതിൻ്റെ ഇടയിലോ ഒക്കെ അലക്കാവുന്നതാണ്. കുളിച്ചതിന് ശേഷം ഒരിക്കലും അലക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കുളിക്കാൻ പോകുന്നതിന് മുൻപ് ഒരു നുള്ളു മഞ്ഞൾ ആ വെള്ളത്തിൽ കലർത്തി അത് വെച്ച് കുളിക്കാം. ഇതും സ്ത്രീകൾക്ക് മാത്രമല്ല, എല്ലാവർക്കും, കുടുംബത്തിലെ എല്ലാവർക്കും ബാധകമായിട്ടുള്ള കാര്യമാണ്. ഷവറിലാണ് കുളിക്കുന്നതെങ്കിൽ ഇതല്പം മുഖത്ത് പുരട്ടിയ ശേഷം കുളിക്കാം. ഇതും ഗുണം നൽകും. ഇതെല്ലാം ചെയ്യുന്നത് യാതൊരു ദോഷവും വരുത്തുന്നതല്ല. ഇതൊക്കെ ഇതിപ്പോൾ ജ്യോതിഷത്തിൻ്റെ പേരിലല്ലെങ്കിൽ തന്നെ പുരാണകാലം മുതൽ തന്നെ ആൾക്കാർ, നമ്മളുടെ അച്ഛനപ്പൂപ്പന്മാർ, അമ്മൂമ്മമാർ മുതലായ ആളുകളൊക്കെ ചെയ്തിരുന്ന ഒരു കാര്യം തന്നെയാണ്. മാത്രമല്ല ഇതെല്ലാം നമുക്ക് ആ ഒരു ദിവസത്തേക്കുള്ള ഉണർവും ഉന്മേഷവും ഒക്കെ നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. വീഡിയോ കണ്ടതിന് നന്ദി.
ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.